ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇനി താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ടുള്ളൊരു കിടിലായിട്ടുള്ളൊരു കാച്ചിയ എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ഉലുവയാണ്. ഇനി എടുക്കുന്ന ഈ ഓരോ സാധനങ്ങളും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂണോളം ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡ് നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയായിട്ട് നമുക്ക് വാങ്ങാനൊക്കെ ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം തന്നെ കരിഞ്ജീരകമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എള്ളാണ്. അതും 2 ടേബിൾ സ്പൂണോളം തന്നെ എടുക്കാം. ഇനി ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് 1/2 ലിറ്റർ എണ്ണയിലേക്കുള്ള അളവുകളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ കുതിർക്കാനായിട്ട് വെക്കാം. ഇത് നമ്മൾ ചെയ്യുന്ന എണ്ണ ഉണ്ടാക്കുന്ന തലേ ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ മുൻപായിട്ട് ഈ ഒരു പ്രോസസ്സ് ഒന്ന് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് വേറെ എന്തൊക്കെ ആവശ്യമായിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അടുത്തതായിട്ട് 1 പിടിയോളം കഞ്ഞുണ്ണി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10 പേരയില എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്തതായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കാം. 1 പിടിയോളം തുളസി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുരിങ്ങയില, ഇതേപോലെ തന്നെ കുറച്ച് എടുക്കുക, ആവശ്യത്തിനുള്ളത് എടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. അപ്പോൾ ഏത് കളറിലുള്ള ചെമ്പരത്തി പൂവ് വേണമെങ്കിലും എടുക്കാം. നല്ല നാടൻ ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും. ഇനി അതിൻ്റെ ഒപ്പം ആവശ്യമായിട്ടുള്ളത് തെച്ചിപ്പൂവാണ്. ഇനി വേണ്ടത് ഒരു 4 നെല്ലിക്ക, ഈ ഒരു വലുപ്പത്തിലുള്ള 4 നെല്ലിക്ക എടുക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 പിടിയോളം ചുവന്നുള്ളിയാണ്. ഇനി ചുവന്നുള്ളിക്ക് പകരമായിട്ട് വേണം നമുക്ക് സബോള വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർവാഴയാണ്. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള കറ്റാർവാഴ തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട് നമ്മൾ 15ഓളം ആയുർവേദ കൂട്ടുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി തലേ ദിവസം നമ്മൾ കുതിർക്കാനായി വെച്ചിട്ടുള്ള ഉലുവ, കരിഞ്ജീരകം, ഫ്ലാക്സിഡ്, എള്ള് ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നല്ലൊരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങളായിട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇനി തീരെ ഇത് അരയുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്കായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ കൂട്ടുകളും നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് തന്നെ കുറയ്ക്കാൻ, പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട്, ഇനി താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടിയുടെ വളർച്ച നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ വിത്തുകളൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലും അതെ, ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി തീരെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട് നമ്മളെല്ലാം 2 സെക്ഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കാച്ചെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ഉരുളി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന കൂട്ടുകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതൊന്നും കൂടി നല്ലതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ എണ്ണയ്ക്ക് നല്ല ഗുണം കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. ചട്ടിയും അതോടൊപ്പം തന്നെ ഈ ഒരു എണ്ണയും നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പച്ചിലയൊക്കെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ, അതേപോലെ തന്നെ ഫ്ലാക്സീഡ്, കരിഞ്ജീരകം, അതിൻ്റെ ഒരു മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ഇതിനെ ഇതേപോലെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തിട്ട് എണ്ണയും അതേപോലെ തന്നെ ഈ കൂട്ടുകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് നന്നായിട്ട് തിള വന്ന് തുടങ്ങും. ഈ ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങൾ ഏതൊരു പാത്രം നമ്മൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ വല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എണ്ണ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കൂട്ടുകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി കുറച്ച് നേരത്തെ ഒരു പണിയുണ്ട് കേട്ടോ ഇതിനായിട്ട്. കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുത്ത് ഇതിൽ ചേർത്തിട്ടുള്ള കൂട്ടുകളുടെ കളർ നന്നായിട്ടൊന്ന് മാറി വരും. അതായത് ഇതേപോലെ ആ പച്ച കളറൊക്കെ നന്നായിട്ട് മാറി ഇതിൻ്റെ കളർ ഒരു കറുപ്പ് കളറിലായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയുടെ പാകമായിട്ട് നിന്ന് മനസ്സിലാവും. നന്നായിട്ട് ഇതിൽ ചേർത്തുള്ള കൂട്ടുകളായാലും മുരിഞ്ഞ് വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇതൊന്ന് ഇറക്കി വെച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ എണ്ണയുടെ കളറൊക്കെ ഇത് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കണം. പിന്നെ ഈ ഒരു എണ്ണ അധികം നേരം നമ്മൾ അടുപ്പത്ത് വെക്കരുത്, അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇതേപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ എണ്ണ ഉണ്ടാവുക. അപ്പം ബാക്കിയുള്ള ഈ കൂട്ടുകളൊക്കെ നമ്മൾ ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എണ്ണ നമുക്ക് കുറച്ച് ഇതേപോലെ നമുക്ക് ഊർന്നിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലായാലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തുണി ഉപയോഗിക്കാം. അതിലേക്ക് ഈ ഒരു എണ്ണയുടെ കൂട്ട് നമുക്കൊന്ന് കുറേശ്ശെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരൊറ്റ എണ്ണ കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി വളർച്ച കൂടാനും അതുപോലെ തന്നെ അകാലനര ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് അകാലനര വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടലായിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടത്. അപ്പം മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതേപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിലുള്ള എണ്ണ മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേ അധികം എണ്ണ നമുക്ക് വേസ്റ്റായിട്ട് പോകും. ഇനി ഇതേപോലെ നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഈ കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. നന്നായിട്ട് നമ്മുടെ മുടി വളർച്ച കൂടി മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അകാലനര, താരൻ, അതേപോലെ തന്നെ ഇനി മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.